കാരണം ഡൗൺ ടേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അല്ലല്ലോ ഉണ്ടാവുന്നത്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല മാർക്കറ്റിൽ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റാണ്, ഇത് പൂട്ടി പോകുന്നൊന്നുമില്ല, ഇനിയും ഉണ്ട്. നമ്മളെ ഏതൊരു ഡൗൺ ടേണിലുണ്ടല്ലോ പിന്നെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് അവരെപ്പോഴും മനസ്സിൽ വെക്കണം. കാരണം ഡൗൺ ടേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അല്ലല്ലോ ഉണ്ടാവുന്നത്. ഒന്ന്, ഇമോഷണൽ ഡിസിഷൻസ് അത് ആദ്യം ഒഴിവാക്കുക. അതായത് ഏത് ഡൗൺ ടേണിൻ്റെ സമയത്തും ആദ്യം ചെയ്യേണ്ടത് അതാണ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വാറൻ ബഫറ്റ്, ഞാൻ എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോട്ട് അതാണ്, അക്ഷമനിൽ നിന്ന് ക്ഷമാശീലനിലേക്കുള്ള പണത്തിൻ്റെ ഒരു ഒഴുക്കാണ്. ആ രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇമോഷണൽ ഇത് പ്രത്യേകം ഇത് കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. ഡൗൺ ടേൺ എന്നൊന്നും പറയാൻ മാത്രമായില്ല എന്ന് തന്നെ ഞാൻ പിന്നെയും പറയുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ ഈ വാർ തുടങ്ങിയതിന് ശേഷം നോക്കുകയാണെങ്കിൽ തന്നെ 2%, 2.3% കറക്ഷൻ നടന്ന് ഇന്നിപ്പം 2%-ന്റെ മുകളിൽ വരെ, ഇന്ന് അലോൺ 2%-ന്റെ മുകളിൽ വരെ മാർക്കറ്റ് വീണിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല റിക്കവറി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 24,600 വരെ മാർക്കറ്റ് റിക്കവർ ചെയ്തു. തിരിച്ച് 24,480 നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഇതിൻ്റെ മുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഓൾറെഡി ഇറാൻ US ടെൻഷൻ ഓൾറെഡി മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നത് കൊണ്ട് ആ ഒരു ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി തോന്നുന്നത് അതാണ്. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് ടൈം ചെയ്യാൻ പറ്റൂല മാർക്കറ്റിനെ. ഇപ്പോൾ ലോങ് പോകാൻ, ലോങ് എപ്പോഴും പോവാം. കാരണം എന്താ, സ്കൈ ഈസ് ദ ലിമിറ്റ്. ഷോർട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം താഴത്തേക്ക് 0 വരെ ഉള്ളൂ. അപ്പം എൻ്റെ ക്ലയൻസിനോടാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനോടാണെങ്കിലും പറയാനുള്ളത്, നമ്മളിപ്പം വെറുതെ ഇപ്പം കൊടുത്ത് അടിയിൽ നിന്നും വാങ്ങാം. അടി ബോട്ടം ചെയ്താന്ന് ആർക്കെങ്കിലും അറിയോ? ടോപ്പ് ചെയ്താന്നായിരിക്കും, അപ്പോൾ ആർക്കും അറിയില്ല. അപ്പം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്ലയൻസ് ആവട്ടെ, എല്ലാത്തവരാവട്ടെ, കോമൺ പബ്ലിക് ആവട്ടെ, എല്ലാവരും പറയാന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ബേസിൽ മൂവ്മെന്റ്സ് ഒന്നും പ്രഡിക്റ്റ് ചെയ്യേണ്ട ഒരു ടൈമല്ല ഇത്. പ്രഡിക്ഷനൊക്കെ നമ്മൾ ഒഴിവാക്കി മാറ്റി വെക്കുക. ഈ വേറെ പണിയുള്ളവർ ഡെയിലി ബേസിസിൽ ഇത് പ്രഡിക്റ്റ് ചെയ്യാനേ നിൽക്കരുത്. ഇപ്പോഴും നല്ല ഒരു സെനാറിയോയിലും ഡെയിലി ബേസിസിൽ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല മാർക്കറ്റിൽ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ IFLൻ്റെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. IFLൻ്റെ അപ്ഡേറ്റ്സ് നോക്കിയാൽ, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് നോക്കിയാൽ നിഫ്റ്റി ബീസ് ഓഫ് ബൈ പറഞ്ഞിരുന്നു, നല്ല രീതിയിൽ കയറി. ബോട്ടം നിന്നും ഫ്യൂച്ചേഴ്സ് ബൈ ഉണ്ടായിരുന്നു, സെൻസെക്സ് ബൈ ഉണ്ടായിരുന്നു, തെറ്റില്ലാത്തൊരു പ്രോഫിറ്റ്സ് ബുക്ക്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ നോക്കുക, റിസർച്ച് അനലിസ്റ്റിൻ്റെ അഡ്വൈസസ് എടുത്തിട്ട് എടുക്കാന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. അതെ. പിന്നെ അതുപോലെ പിന്നെ ഇപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളിപ്പോൾ വേറെ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലെങ്കിലും ഒരു ജനറൽ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. നമ്മളിപ്പോൾ സൗത്ത് കൊറിയൻ മാർക്കറ്റ് അതുപോലെ നല്ല ഗുഡ് ഗ്ലോബൽ എക്കണോമീസ് ഫോളോ ചെയ്ത അത്രയൊന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഡൊമസ്റ്റിക് സ്ട്രെങ്ത് ആണ് സത്യത്തിൽ ഇവിടെ കാണിക്കുന്നത്. കാരണം ആളുകൾ നമ്മൾ ഈ ഡൗൺ ടേണിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ഓഫറായിട്ട് കണ്ടാൽ പോരെ, ഡിസ്കൗണ്ടിൽ സാധനം കിട്ടല്ലേ ചെയ്യുന്നത്. അതങ്ങനെ കണ്ടിട്ട് ബൈ ചെയ്യുക മാക്സിമം. അഗെയിൻ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ബൈ ചെയ്യണോ ബൈ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരു പാർട്ടെങ്കിലും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഞങ്ങൾ പറയില്ല. നമ്മളിപ്പം നമുക്കിവിടെ മൂന്ന് ഒരു 2000 ക്ലയൻസിന് പുറത്ത് നമ്മളെല്ലാവരെയും വിളിച്ചു തുടങ്ങിയിട്ട് സെയിൽസിൻ്റെ ആൾക്കാരെല്ലാവരെയും വിളിച്ചു തുടങ്ങി. അവരോട് പറഞ്ഞു ആവറേജ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എല്ലാവർക്കും ആവറേജ്, എല്ലാവരും താഴത്തുനിന്ന് വാങ്ങിയവരുണ്ടാവും. ഇപ്പം 2000 ക്ലയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ 200-300 ക്ലയൻസ് ആയിരിക്കും ഇപ്പം ടോപ്പിൽ നിന്ന് വാങ്ങിയത്, ഇപ്പം ഹോൾഡിംഗ് ഉണ്ടാവാം. അപ്പം ബാക്കിയുള്ള ക്ലയൻസിൻ്റെ ഒരു രീതി നോക്കി എല്ലാവരും അടിയിൽ നിന്ന് വാങ്ങിയവരായിരിക്കും. പക്ഷെ അവർക്ക് ഇപ്പം ഒന്ന് മുകളിൽ പോയിട്ട് താഴത്തേക്ക് വന്നതാ, ഡിസ്കൗണ്ടിലുണ്ട്. നമുക്ക് അഡ്വൈസ് SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ IFLൻ്റെ നല്ല നല്ല അഡ്വൈസുകൾ വന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തെറ്റില്ല. ബിസിനസ് ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായി എപ്പോഴും ഡൗൺ ട്രെൻഡ് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ഇതിലില്ലാത്ത കുറേ ആൾക്കാരുണ്ട് പാനിക്കായിട്ട്, എന്താണ് സംഭവിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോ. ആ ഇടിവ് എന്നുള്ളത് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണം. ഒരവസരമാണത്, അവസരം തന്നെയാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പോൾ ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് പറയുമ്പോൾ ഭയങ്കര മനസ്സിലായിരിക്കും. 2020 കോവിഡ് വന്ന സമയത്ത് ദുബായ് റിയൽ എസ്റ്റേറ്റ് അടിച്ചിറങ്ങിയിരുന്നു. അപ്പം പൈസ ഉള്ള എല്ലാവരും അത് വാങ്ങി അത് മുതലെടുത്തു. അതുപോലെ തന്നെ അത് ഒരു ക്രൈസിസ് വരുമ്പം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്, ക്രൈസിസ് മാറണം എന്നുള്ളൊരു വിശ്വാസമല്ലേ നമുക്കൊക്കെ ഉള്ളത്. അത് മാറിയില്ലെങ്കിൽ നമ്മൾ ആരും ഇല്ല, ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. വേറൊന്ന് പ്രത്യേകിച്ച് വ്യൂവേഴ്സിനോടും എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ,
പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നല്ല നല്ല കമ്പനീസിൻ്റെ സ്റ്റോക്ക് ഒരു പാനിക് സെല്ലിംഗ് മോഡിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം കോവിഡ് സമയത്ത് ഇത് ഒരുപാട് പ്രത്യേകിച്ച് മലയാളികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കോവിഡ് വന്നപ്പം അവർ നല്ല നല്ല കമ്പനിയുടെ സ്റ്റോക്ക്, റിലയൻസ്, നല്ല കമ്പനിയുടെ സ്റ്റോക്ക് എല്ലാവരും വിറ്റു. എന്താ ഉണ്ടായത്? ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് 3 ടൈംസിലേക്കാണ് അപ്സൈഡ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ബുദ്ധിമോശങ്ങളൊന്നും ആരും ചെയ്യരുത്. അല്ല, അതിലേക്കൊന്നും പോയിട്ടുമില്ല കേട്ടോ. കോവിഡ് സമയം എന്നൊക്കെ പറഞ്ഞാൽ 10%, 5% വെച്ച് ഡെയിലി അടിച്ചിറങ്ങാം. ഇതിപ്പോൾ എന്താ ഇറങ്ങിയത്? പോയിന്റ്സ് സൂചിക്കുകയും വലുതായി. പണ്ടൊരു 4 കൊല്ലം മുന്നേ 12,000-ലായിരുന്നു എന്തുണ്ടായത്, നിഫ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ 25,000-ലാകുമ്പോൾ അന്ന് 120 പോയിന്റ് ഇറങ്ങുന്നത് ഇവർ 240 പോയിന്റ് ഇറങ്ങണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതെ, അല്ല അതല്ലേ ശരിക്കുള്ള പെർസെന്റേജ് വൈസിലാണെങ്കിൽ അങ്ങനെ. അല്ലാണ്ട് 240 പോയിന്റ് ഇറങ്ങി, 500 പോയിന്റ് ഇറങ്ങി, ബാങ്ക് നിഫ്റ്റി ഇത്ര ഇറങ്ങി, സെൻസെക്സ് 1800 ഇറങ്ങി. പണ്ട് NSE നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 12,000 ഉണ്ടാകുമ്പോൾ ഇന്ന് 24,000-ലാണുള്ളത്, 25,000-ലാണുള്ളത്. 1% 250 വലിയൊരു ഇറക്കൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സബർക്ക, സാറ്റർഡേ ഉച്ചക്കാണ് ഈ വാർ സ്റ്റാർട്ട് ചെയ്തത്. സാറ്റർഡേ ഉച്ചക്ക് വാർ സ്റ്റാർട്ട് ചെയ്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ്, സിൽവർ എല്ലാം ഫ്രൈഡേ ക്ലോസ് ചെയ്ത് മൺഡേ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പം സാറ്റർഡേ തന്നെ ഈ ഫിസിക്കൽ മാർക്കറ്റിൽ ഭയങ്കര പ്രീമിയത്തിലാണ് കച്ചവടമൊക്കെ നടന്നത്. ആരും കൊടുക്കുന്നില്ല. വാങ്ങാൻ പോകുന്നവർക്ക് ഓൾറെഡി ഇപ്പം ഞാൻ ഇവിടെ ഔൺസിൻ്റെ റേറ്റ് പറയുന്നില്ല, ഒരു പവൻ്റെ റേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ 5,000-6,000 റുപ്യ മുകളിൽ പ്രീമിയം ഒക്കെ ഇട്ടിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ വിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും 5,500 എത്തും, 6,000 എത്തും, 6,200 ഗോൾഡ് എത്തും, ഔൺസിന് $6,200 എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രീമിയം ആയത്. തിങ്കളാഴ്ച വിചാരിച്ച പോലെ ഒന്നും ഈ ഗോൾഡ് കയറിയില്ല. ഒരു 5,400 വരെ ഹൈ പോയി, 410 അങ്ങനെ എന്തോ ഹൈ പോയിട്ടുണ്ട്. എക്സാക്ട് നമ്പർ അറിയില്ല. അതിനെക്കാട്ടും വിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് പിന്നെ അടിച്ച് കയറും, വാർ വന്ന് ഗോൾഡ് അങ്ങനെയാണല്ലോ. പാൻഡമിക് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പം ഗോൾഡ് കയറും, ഇക്വിറ്റീസ് ഇറങ്ങും, അതാണ് രീതി. അതിനെക്കാട്ടും വലിയ തമാശ എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ ഗോൾഡ് അടിച്ച് ഇറങ്ങി, ബിലോ 5,000 പോയി, ചെറിയ റിക്കവറി വന്ന്. അതെന്താണ് ഇതിൻ്റെ മെയിൻ റീസൺ? എങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ ക്ലയൻസിനോടാണെങ്കിലും, ഇപ്പോൾ നമ്മളെ ക്ലയൻസൊക്കെ ഈ ഗോൾഡിന് റാലി വന്നതിന് ശേഷം എല്ലാവരും ETF നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വിളി വന്ന് അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? ഗോൾഡിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു സേഫ് ഹാവൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡ് ലോങ് ടേമിലേക്ക് ഓക്കെ തന്നെയാണ്. കാരണം അതിനിപ്പോൾ റീപ്ലേസ് ചെയ്യാനുള്ള വേറൊരു കമ്മോഡിറ്റി, അതുപോലൊരു കമ്മോഡിറ്റി തൊട്ടടുത്ത് സിൽവർ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കുള്ള പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ബയസ് മെൻറ്റാലിറ്റിയാണ്. ഏത് ഇനിയിപ്പോൾ യുദ്ധമാണ്, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഇനിയിപ്പം. പക്ഷേ ഈ ഗോൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. എപ്പോഴും യുദ്ധം മാത്രമായാൽ പോരാ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ തൊയ്യ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഗോൾഡ് വിചാരിച്ച മാതിരി പോയിട്ടില്ല, പക്ഷേ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടോ എന്ന് ഇവർ നോക്കിയില്ല. അപ്പോൾ ഡോളർ സ്ട്രെങ്തൻ ചെയ്തു, അതോടുകൂടിയിട്ട് ഒബ്വിയസ്ലി ഗോൾഡ് താഴോട്ട് ഇറങ്ങി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ കുറേ ആളുകൾ ബൈ ചെയ്തവരൊക്കെ ആകെ ബേജാറായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിചാരിച്ച് ഇതൊരു 6-8% ഗോൾഡ് അല്ലേ, ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് തിങ് അല്ലേ ഇത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു കൊട്ടക്കണക്ക് പോലെ ഇതിലൊന്നും ഇറങ്ങിയിട്ടും കയറിയിട്ടും കളിക്കരുത്. അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ റിസ്ക് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഗോൾഡിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ദുബായിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുള്ളിയൻ മാർക്കറ്റിലൊക്കെ ഷോർട്ട് നിന്നവരെയും അടിച്ചുപോയി, ലോങ് നിന്നവരും അടിച്ചുപോയി. കാരണം ഇത് ലിവറേജിൽ നിൽക്കുന്നവരാണ് അധികം ആൾക്കാരും. അതിൽ 99% ആൾക്കാർക്ക് ലിവറേജിൽ മണി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവരാണ്. ലോങ് നിന്നവരും അടിച്ചുപോയി, ഷോർട്ട് നിന്നവരും അടിച്ചുപോയി. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇമോഷണൽ കൺട്രോൾ എല്ലാവർക്കും ഇത് വിട്ടു. എല്ലാവരും വിചാരിക്കുക ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് വാരിക്കോരിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഭവിച്ചത്. നമ്മളിപ്പോൾ ഒരു MCX മാർക്കറ്റ്, കൊമോഡിറ്റിയിൽ MCX മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 40-50 ക്ലയൻസ് സ്വന്തം ട്രേഡിങ് വന്നിരുന്ന് ട്രേഡ് ചെയ്യുന്നവരും സ്വന്തമായിട്ട് ആപ്പിലൂടെ ട്രേഡ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്നിപ്പോൾ അത് 4-5 അല്ലെങ്കിൽ ഒരു 10 ക്ലയൻസിൻ്റെയൊക്കെ ചുരുങ്ങി. എല്ലാവരും ഫോറക്സിലേക്ക് പോയി. അവിടെ 500 ടൈംസ് ലിവറേജ്, ഫോറക്സിനെ അഗേൻസ്റ്റ് പറയില്ല, 500 ടൈംസ് ലിവറേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ കണ്ടാൽ ലോങ് നിന്നവരും അടിച്ചു പോയി, ഷോർട്ട് നിന്നവരും അടിച്ചു പോയി. അത്രയും ലിവറേജ് ഉണ്ടായതുകൊണ്ടാണ്. ഇതൊക്കെ മാറ്റി നിർത്തിയാലും ഒരു ട്രേഡിങ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടിയാൽ അത് ഐഡിയൽ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇൻവെസ്റ്റിങ്ങിൽ ചോദിക്കുന്നില്ല, കാരണം ഇൻവെസ്റ്റിംഗ് ഇസ് ആൻ ഈസി തിങ്. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത്. ഏതൊരാളും ഒരു രാജ്യത്തെ വിശ്വസിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ
ബിസിനസ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ആർക്കും ഒരു 13-14% ഉണ്ടാക്കാം. അതല്ലാതെ ഒരു ട്രേഡിംഗ് എന്നൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഇത് ഒരു റിസ്ക്കും ഇൻവോൾവ് ആണ്. അതിലൊക്കെ എത്ര കിട്ടിയാലും നമ്മൾ ഹാപ്പി ആവണം എന്നാണ് പറയുന്നത്. അതായത് ആനുവലി ഒരു 20% കിട്ടുകയാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് വെരി ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂ. ആണല്ലോ, കാരണം 1.5% മുകളിലായില്ലേ? 1.7, 1.8%, കാരണം 1.5 എന്ന് വെച്ചാൽ 18%. യെസ്, മോർ ദാൻ ദാറ്റ്. അതെ. ഇത് ആള് ഒരു ദിവസം 20%ഓ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 20%ഓ കിട്ടാൻ ശ്രമിക്കുമ്പോഴാണ് ഫോറക്സിലെ കളികൾ അങ്ങനെയാണ് തോന്നുന്നത്. മാസം അല്ലെങ്കിൽ 2 മാസം 3 മാസം കൊണ്ട് 20 ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാസം 20 ഉണ്ടാക്കാൻ നോക്കുക. അതെ, പക്ഷെ അതിന്റെ നമ്പർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ നമ്മളെ ക്യാപിറ്റലിൻ്റെ എത്ര % നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളത്, നമ്മളൊരു 10%, ഇപ്പോൾ $1,00,000 ഉണ്ടെങ്കിൽ $1,00,000 ഉണ്ടെങ്കിൽ നമ്മൾ വെറും $10,000 അല്ലെങ്കിൽ $10,000 നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിൽ 50% പോയാൽ നിങ്ങൾ ഓവറോൾ ക്യാപിറ്റലിന്റെ 5% ആവുള്ളൂ. അതെ, 5% ആവുള്ളൂ. ഇതിലൊരു കാര്യം അല്ല, അത് മാത്രമല്ല, നമ്മളൊരു കൺവിക്ഷനിൽ ഒരു ട്രേഡ് എടുക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3% മേലെയും താഴെയും പോവാൻ ഗോൾഡിന് കഴിവുണ്ട്. അപ്പം അതായത് $300, $400 ഔൺസിനൊക്കെ ഒരു ദിവസം ഏറ്റക്കുറച്ചുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്പെർട്സ് പറയുന്നത് നിങ്ങൾ 10% അല്ലെങ്കിൽ മാക്സിമം ഒരു 20% അപ്പുറം നിങ്ങളെ ക്യാപിറ്റൽ. വേറെ കാര്യമുണ്ട്, സ്വന്തം പൈസ 20% കുഴപ്പമില്ല. ഇത് $1,000 ഇട്ടിട്ട് 100 times ലിവറേജ് എടുക്കും. അതെ, അപ്പം 1000 into 100 എന്ന് പറഞ്ഞാൽ $100,000. അതെ, അതിന്റെ ഒരു 3% എന്ന് പറഞ്ഞാൽ എത്രയായി? $3,000. അതെ, 1% ലോസ് വന്നാൽ അവന്റെ കഥ കഴിഞ്ഞു. $5,050 നീങ്ങിയാൽ തീർന്ന് $50 മുകളിലേക്ക് താഴേക്ക് പോയാൽ അവന്റെ കഥ കഴിഞ്ഞു. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, കാരണം നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള എത്ര കോടിക്കണക്കിന് ആളുകൾ ഒന്നിച്ചുള്ള ഇതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു ബയസ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടൊക്കെ ഇറങ്ങിയാൽ അതൊരു പൊള്ളുന്ന കളിയാണ്, സംശയമില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു കേസ് എടുക്കുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മൾ FM സെബി ആവട്ടെ, നമ്മളെ എക്സ്ചേഞ്ചുകളാവട്ടെ ലിവറേജ് എടുത്ത് കളഞ്ഞത് എത്രയോ നല്ലൊരു കാര്യമായി, ഹെൽത്തി ബിസിനസ്സായി. ഇപ്പം ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ബ്രോക്കിംഗ് റവന്യൂ ഒന്നും എല്ലാവരും മാറിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ റവന്യൂയിലേക്ക് മാറി. ഡിസ്ട്രിബ്യൂട്ടർ വേണമെന്നുള്ള പല ഇൻവെസ്റ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ വേണം, നിർബന്ധമായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ വേണമെന്ന് തോന്നി. കാരണം അവരെ പേപ്പർ വർക്ക്സ് ആവട്ടെ, അവർ അഡ്വൈസേഴ്സ് ആവട്ടെ, ഫിനാൻഷ്യൽ അഡ്വൈസർ ആവട്ടെ, ഇപ്പം ബ്രോക്കിംഗ് എന്നുള്ള രീതിയിൽ നിന്നും ലിവറേജ് എടുത്ത് മാറിയതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര ഹെൽത്തി ബിസിനസ്സായി മാറി. സെബി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെഗുലേറ്റേഴ്സ്. എല്ലാവരും ബ്രോക്കർമാരൊക്കെ ആ സമയത്ത് ഒച്ചപ്പാടുണ്ടാക്കി ലിവറേജ് എടുത്തപ്പോൾ. കാരണം $1,00,000 ബ്രോക്കറേജ് കിട്ടേണ്ട സ്ഥലത്ത് 30,000 എല്ലാവർക്കും കുറഞ്ഞ് ബ്രോക്കർമാർക്ക്. കാരണം ആൾക്കാർക്ക് ഒരു 5 times 10 times ലിവറേജ് ഉണ്ടാകുമ്പോൾ അത്രയും ടേൺ ഓവർ എടുക്കും. നമ്മൾ ബ്രോക്കർമാർക്ക് എന്താണ് കുറച്ചും കൂടി കമ്മീഷൻ കൂടും. പക്ഷെ അത് എടുത്ത് മാറ്റിയതുകൊണ്ട് ഇപ്പം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺസ്. ഈ അടിച്ചു പോക്കുണ്ടല്ലോ, പണ്ട് അക്കൗണ്ട് വാഷ് ഔട്ട് ആയി ആ പരിപാടി നിന്നിട്ടുണ്ട്. ലിവറേജ് ഇല്ലാത്തത് കൊണ്ടുള്ളൊരു സുഖമാണ്. പിന്നെ ഓപ്ഷൻസിൽ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവരെ പൈസ അടിച്ച് തീരുന്നുണ്ട്. നമ്മളിവിടുത്തെ ബ്രോക്കിംഗ് ഹൗസ് നോക്കുകയാണെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്നില്ല, ആരും എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കോൾസ്, ഇപ്പം എനിക്കും കോൾസ് വരുന്നുണ്ട്, പക്ഷെ എന്നെക്കാളും ഒരുപാട് കോൾസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഒരു 1-2 ആളുകൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ചോദിച്ചത് നമ്മൾ വ്യൂവേഴ്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യും. നിങ്ങൾ അവിടെ പറഞ്ഞ മറുപടി എന്തായിരുന്നു അവർ നിങ്ങളോട് ചോദിച്ചത്? ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടാവും, ഇപ്പം നല്ല വാങ്ങാനുള്ള അവസരമാണോ, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇന്ന് രാവിലെ തന്നെ നമ്മളെ കുവൈത്തിലുള്ളൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുവൈത്തിലൊരു ക്ലയൻറ്റ്, കുവൈറ്റിൽ പുള്ളി ഇവിടെ ഉണ്ട്. ഇപ്പം അവിടെ വാറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുള്ളി ഇവിടെ വെക്കേഷന് വന്നതായിരുന്നു, 1 തൊട്ട് പിന്നെ വന്നായിരുന്നു, പോകാൻ പറ്റിയില്ല. പുള്ളി രാവിലെ തന്നെ വിളിച്ചിട്ട് നമുക്ക് കുറേ വാങ്ങാം എന്നൊക്കെ ചോദിച്ച് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇല്ല ഇതിങ്ങനെ പറയാൻ, നമുക്ക് ആർക്കും മാർക്ക് ടൈം ചെയ്യാൻ പറ്റില്ല. അതെ, നമ്മളപ്പോൾ തന്നെ നമ്മളെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിനെ കണക്ട് ചെയ്തു, ഒരു ഗൂഗിൾ മീറ്റ് എടുത്തു. എൻ്റെ പേഴ്സണൽ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളൊരു 10 lakhs ഇപ്പം സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു 1/3 വാങ്ങിക്കോളി. അതാണ് പ്രപ്പോർഷൻ. അത് ഏതൊരു പിന്നെ ട്രെൻഡിങ് മാർക്കറ്റിലും നമ്മളൊരു പ്രപ്പോർഷന്, ഇതും ഒരു വ്യൂവേഴ്സിന് വലിയൊരു ഇൻഫർമേഷനാണ് സത്യത്തിൽ. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയ ഉടനെ തന്നെ എല്ലാ പൈസയും കൂടിയും അവിടെ ഇല്ല, അതൊരു 30% അവിടെ. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ സാബിർക്ക, ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്, ഇത് പൂട്ടി പോകുന്നൊന്നുമില്ല, ഇനിയും ഉണ്ട്. എല്ലാം ഒരൊറ്റ ഓവർനൈറ്റിൽ ഉണ്ടാക്കാനുള്ള സാധനമല്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് യാതൊരു സംശയവും ഇല്ല. കാരണം ഒരു സീസൺ കച്ചവടം മാതിരി റെഡിമെയ്ഡുകാർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പം ഒരു ഹോട്ടൽ ടൈമിൽ ഒരു ഫെസ്റ്റിവൽ സീസൺ മാതിരിയോ അങ്ങനെയുള്ളൊരു സീസൺ കച്ചവടം നല്ലത്. ഇത് ടൈം ഇനിയും വരും.
ഒരു വെറൈറ്റി ഓഫ് അഡ്വേഴ്സ് സിറ്റുവേഷൻസ് മാർക്കറ്റിന് വന്നിട്ടുണ്ട്. അത് വോർ ആവട്ടെ, എപ്പിഡമിക് ആവട്ടെ, എക്കണോമിക് ക്രൈസിസ് ആവട്ടെ, വാട്ട് എവർ യു കോൾ ഇറ്റ്. നമ്മളിപ്പം ഈവൻ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ 100 കൊല്ലത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇനിയൊന്നും വരാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60% ഓഫ് മാർക്കറ്റിൻ്റെ എമൗണ്ട് US വൈപ്പ് ഔട്ട് ആയിട്ട് ഉയർന്ന മാർക്കറ്റാണ് അമേരിക്കൻ മാർക്കറ്റ്. അപ്പം അതാണ് ആളുകൾ അതിൻ്റെ ഉള്ള കോൺഫിഡൻസ്. ഇപ്പോൾ വേറൊന്ന് നമ്മളെപ്പോഴും പറയുന്ന മാതിരി ഇന്ന് 24 hours എല്ലാവരുടെ കയ്യിൽ ഫോണാണ് ഒന്ന്. അപ്പോൾ ഫോൺ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഒരുപാട് ഇൻഫർമേഷനാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് AI ഒക്കെ എംബഡായിട്ട് നമുക്ക് റിയലായിട്ട് ആളുകൾ പറയുന്ന പോലെയാണ് ശരിക്കും തോന്നുന്നത്. ഫേക്ക് ഇൻഫർമേഷൻസ്, ഫേക്ക് അഡ്വൈസ് അല്ലേ? ശരിക്കും നമുക്ക് അതായത് റിയൽ ആളെ അതേ ഇമേജ് ഇമ്പോസ്റ്റർ പോലെ ചെയ്തിട്ടാണ് ഇപ്പം വരുന്നത്. അപ്പം പിന്നെ ആ ആൾ പറയുന്നതാണെന്ന് തോന്നും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കൊരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് പറഞ്ഞൂടെ പറയാൻ അല്ലേ? അതായത് ഇത്രയും ലുക്കിംഗ് അറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടിച്ചിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എത്തുക? ഇഷ്ടം പോലെ എത്തും. ഇത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ഉള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ സെബി നല്ല രീതിയിൽ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് അഡ്വൈസസ് കൊടുക്കുന്നവരാവട്ടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഇതിനെക്കാട്ടൊക്കെ റിസ്ക് ഫോൺ കയ്യിലുള്ളത് ഞാൻ എന്താ പറയുക, നമ്മളെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ കണ്ടുവരുന്നൊരു സ്വഭാവമാണ്. പണ്ട് ഓക്കെ എത്ര മാർക്കറ്റ് വീണ് കയറി എന്നൊക്കെയുള്ള CNBC ഒക്കെ നോക്കിയിട്ട് ആൾക്കാർ എടുക്കുമില്ലേ, പിറ്റേന്ന് രാവിലത്തെ പേപ്പർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറന്നിട്ട് എന്ത് ചെയ്യണം, ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്നൊക്കെ അടിച്ചു നോക്കണം. ഇന്ന് ആപ്പുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ വാല്യൂ എത്ര എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് ഇമോഷൻ വല്ലാതെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് കാണുമ്പോഴത്തേക്ക് എടുത്ത് കൊടുക്കുക, ലോസ് കാണുമ്പോഴത്തേക്കും അല്ല എൻ്റെ എന്തോ പോയി. അതും ഒരു നെഗറ്റീവ് എന്നാണ്. ഇത് ഈ കറക്റ്റ് വാല്യൂ ആണല്ലോ കറക്റ്റ് കിട്ടുന്നത്. മറ്റേത് 1000 രൂപയ്ക്ക് ഷെയർ വാങ്ങി 880 അല്ലെങ്കിൽ 890 910 920 ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ അവർ വലിയ ഇതാക്കണില്ലേ. മറ്റേത് 1 lakh ഇൻവെസ്റ്റഡ് 85,000 rupees, 1 lakh ഇൻവെസ്റ്റഡ് ഒരു 1,08,000 rupees. ആ ഒരു പ്രശ്നവും കാണുന്നുണ്ട് മാർക്കറ്റിൽ. ആൾക്കാർ ഭയങ്കരമായിട്ട് അതിലേക്ക് എന്തായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എനിക്ക് ഇത്ര ലാഭം കിട്ടിയല്ലോ, ഇത്ര നഷ്ടം വന്നല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പിന്നെ സാബിർക്ക് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ അടിച്ചാൽ മതി. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന വരെ മെറ്റ റീഡ് ചെയ്തിട്ട് ഇന്ന് രാത്രി ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാം ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് ആയിരിക്കും. അപ്പം അതിലൊന്നും ആൾക്കാർ വീഴാതെ നിൽക്കുക. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റുകളുടെ അടുത്ത് പോവുക, നല്ല നല്ല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ ചൂസ് ചെയ്യുക. അതിനാണ് നമ്മളിപ്പോൾ ഉള്ള ബ്രോക്കേഴ്സൊക്കെ അവിടെ ഉള്ളത്, ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ഉള്ളത്, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉള്ളത്. അവരുടെ അടുത്തേക്ക് തന്നെ വരാം. അതായത് ലോജിക് ഇസ് വെരി സിമ്പിൾ. നമ്മളിപ്പോൾ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്, നമുക്കൊരു വീട് വെക്കണം നമ്മൾ സിവിൽ എഞ്ചിനീയർ അടുത്ത് പോകുന്നത്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ സെബി പറയുന്നത് go to a SEBI certified registered analyst or registered investment advisor. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്.